ടി ജി പതിവില്ലാതൊരു തടിയും പുസ്തകമൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ 1-2 മാസം മുമ്പാണ് നമ്മൾ സംസാരിക്കുമ്പോഴും, പ്രത്യേകിച്ച് നമ്മളുടെ അഞ്ചിതമായിട്ട് സംസാരിക്കുമ്പോൾ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ത്രീകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? കമ്മ്യൂൺ എന്നുള്ള വാക്കിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ്. അതെ, നമ്മൾ മുമ്പൊരിക്കൽ ഞാനുമായിട്ടുള്ള സംഭാഷണത്തിലും അതിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അഞ്ചിതമായിട്ടുള്ള സംഭാഷണത്തിൽ കുറേ അധികം എംഫസിസ് വന്നിരുന്നു ആ കാര്യം. EMS ഭാര്യയും അവിടെ താമസിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിന് അന്ന് ഞാൻ റെഫറൻസ് ഒന്നും പറഞ്ഞിരുന്നില്ല. റെഫറൻസ് പറയണമെന്ന് പലരും ആവശ്യപ്പെട്ടു. റെഫറൻസ് പറയാത്തത് കൊണ്ട് ഇങ്ങേര് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് ശത്രുപക്ഷത്തുള്ളവർ ആർഗ്യൂ ചെയ്തു. എൻ്റെ പക്ഷത്തുള്ളവർക്കും ചിലർക്കെങ്കിലും തോന്നി ഈ ചേട്ടൻ പണ്ടേ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്, അതുകൊണ്ടൊരു തള്ളിയതാണ്, പോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ രീതിയല്ലേ, വിട്ടേക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല. RSSൽ BJPയിലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ EMS, P കൃഷ്ണപിള്ള ഇവരൊക്കെ വലിയ ദിവ്യൻ. അതെ, ഇപ്പോഴാണ് കുഴപ്പം. മുമ്പൊക്കെ അവർ നല്ലൊരു പാർട്ടിയായിരുന്നു. PKV എന്നൊക്കെ പറയുമ്പോൾ കുളിര് വരും. ആകെ ഇതിൽ കുഴപ്പക്കാരെന്ന് പറയുന്നത് ഈ പിണറായി മാത്രമാണ്. അയാൾ എല്ലാം കൂടെ കുഴപ്പമാക്കി. അയാൾ മാറിക്കഴിഞ്ഞാൽ തിരിച്ച് അച്യുതാനന്ദൻ വന്നു കഴിഞ്ഞാൽ ഹാപ്പി. അതെ അതെ അതെ, ഇങ്ങനെ ഒരു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ആളുകളെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സഖാവ് P കൃഷ്ണപിള്ള, ഒരു സമഗ്ര ജീവചരിത്ര പഠനം. ഡോക്ടർ ചന്തവിള മുരളി കേട്ടിട്ട്. നമ്മൾ ഈ സോഴ്സ് എടുക്കുമ്പോഴേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായവരുടെ സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് ക്രെഡിബിലിറ്റി ഇല്ല എന്ന് പറയും. അയാൾ ചേട്ടനെ പോലെ വേറൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. അയാളുടെ പുസ്തകമൊന്നും ഞങ്ങൾക്ക് കാണണ്ട, കമ്മ്യൂണിസ്റ്റുകാരെഴുതിയ പുസ്തകമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കൃഷ്ണപിള്ളയെ പറ്റി ലേറ്റസ്റ്റായിട്ട് ഇറക്കിയ പുസ്തകമാണ് സഖാവ് P കൃഷ്ണപിള്ള, ഒരു സമഗ്ര ജീവചരിത്ര പഠനം. ആരാണ് ഡോക്ടർ ചന്തവിള മുരളി. പബ്ലിഷർ നോക്കാമല്ലോ. ഫസ്റ്റ് എഡിഷൻ ഓഗസ്റ്റ് 2008. വലിയ പഴക്കമൊന്നുമില്ല. വലിയ പഴക്കം, ലേറ്റസ്റ്റ് ആണല്ലേ. ഈ പഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതൊക്കെ പണ്ട് എഴുതിയ അതൊന്നും ഇങ്ങനൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് പുതിയതൊക്കെ ഉള്ളതിൽ പുതിയത് ഇതാണ്. 2008 ശേഷം എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ പുസ്തകമുണ്ടല്ലോ, കേരളം മലയാളികളുടെ പലതും പിൻവലിച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് 2008 ഫസ്റ്റ് എഡിഷൻ. സെക്കൻഡ് എഡിഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം ഇത്രയും വലിയ ബുക്കാണില്ല. എത്ര പേജുണ്ട് ഇതിന്? 10,000 പേജെങ്കിലും കാണും. 1000 പടങ്ങളൊക്കെ ഉണ്ടല്ലേ? കുറേ പടങ്ങളും ഒക്കെ ഉണ്ട്. 1022 പേജുണ്ട്. 550 രൂപയാണ് വില. വിതരണം ദേശാഭിമാനി ബുക്ക് ഹൗസ്. അത് ശരിയാ, ഒഫീഷ്യലാണ്. പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ചിന്ത പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. പാർട്ടിയുടെ പുസ്തകമാണ്. റീപ്രിന്റ് വന്നിട്ടുണ്ടോ 2008 കഴിഞ്ഞിട്ട്? അതറിഞ്ഞുകൂടാ. ഫസ്റ്റ് എഡിഷൻ ഞാനിത് ഫസ്റ്റ് എഡിഷൻ ഇറങ്ങിയപ്പോൾ മേടിച്ചതാണ്. ഇതിൽ ഒരു അധ്യായം തന്നെയുണ്ട്, ചെറിയ അധ്യായം. ചിന്തയുടെ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആളല്ലേ? അല്ല, ഇത് കയ്യിലുണ്ടെങ്കിലല്ലേ ഇവരുടെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഞാൻ എഴുതിയ പുസ്തകം ഞാൻ തന്നെ തെളിവായിട്ട് ഹാജരാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പുസ്തകത്തിൽ നിന്ന് ഈ പുസ്തകത്തിൻ്റെ 637 പേജിൽ 101ാമത്തെ അധ്യായം കമ്മ്യൂൺ ജീവിതം എന്നാണ് അതിൻ്റെ പേര് തന്നെ. ഇനിയിപ്പോൾ ഞാനായിട്ട് കൊടുത്തൊരു പേരാണെന്ന് വിചാരിക്കേണ്ട. കമ്മ്യൂൺ ജീവിതം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ച് ഡോക്ടർ ചന്തവിള മുരളി. ഈ ചന്തവിള മുരളിയെ പലർക്കും അറിയില്ല, ഞാനും കേട്ടിട്ടില്ല. അദ്ദേഹം അത്ര അറിയപ്പെടുന്ന ഒരാളല്ല. 1963 തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്തുള്ള ചന്തവിളയിൽ ജനിച്ചു. തുണ്ടത്തിൽ മാധവവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ, ചെമ്പഴന്തി SN കോളേജ്, കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, തിരുവനന്തപുരം ലോ അക്കാദമി, ലോ കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. കേരള സർവകലാശാലയിൽ നിന്നും 1986 പൊളിറ്റിക്സിലും 1987 ഹിസ്റ്ററിയിലും 1988 സോഷ്യോളജിയിലും MA ബിരുദവും
ഒരു വർഷം ഒരു MA വെച്ചെടുത്തുകൊണ്ടിരിക്കുക. 86-ലും 87-ലും 88-ലും 1999 LLB ബിരുദവും 2003 EMSും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും 1959 വരെ എന്ന പ്രബന്ധത്തിന് ഡോക്ടറേറ്റും ലഭിച്ചു. വലിയ പുള്ളിയാണ്. ഇപ്പോൾ കല്ലമ്പലത്തിനടുത്തുള്ള കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി അധ്യാപകൻ. ഒരു പക്ഷേ ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെ ചരിത്രത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യമുള്ള ആളാണ്. ചരിത്ര അധ്യാപകനാണ്. ഡോക്ടറേറ്റും ഉണ്ട്. അത് EMSനെ കുറിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ 637-ാം പേജിൽ 101-ാമത്തെ അധ്യായത്തിന് കൊടുത്ത പേരാണ് കമ്മ്യൂൺ ജീവിതം. പാർട്ടിയുടെ മേലുള്ള നിരോധനം പൂർണ്ണമായും നീക്കിയതിനെ തുടർന്ന് കുറേ നാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഒരുമിച്ച് കോഴിക്കോട്ട് താമസിച്ചിരുന്നു. കോഴിക്കോട്ട് ഇപ്പോൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് സാമാന്യം വലിയൊരു 2 നില കെട്ടിടത്തിലാണ് എല്ലാവരും താമസിച്ചിരുന്നത്. ഇപ്പോഴത്തെ KSRTC അല്ല, പഴയ KSRTC ആണ് പറയുന്നത്. ഇപ്പോൾ KSRTC ശകലം കൂടെ പടിഞ്ഞാറേക്ക് മാറി, വലിയ കെട്ടിടങ്ങളായി. പക്ഷേ ഒരു ബസ് കയറാൻ നമ്മുടെ സ്വിഫ്റ്റ് ബസ് പോയി കുരുങ്ങി. കെട്ടിടമൊക്കെ വലുതാണ്, പക്ഷേ 2 തൂണ് തമ്മിൽ അകലമില്ല ഒരു ബസ്സിന് കയറാൻ. സ്വിഫ്റ്റ് ബസ് കയറിയിട്ട് മുന്നോട്ട് മുകളിൽ പുറകോട്ട് പോകും. അവസാനം ഈ ആ കെട്ടിടം ഇടിഞ്ഞ് വീഴാൻ പോവുക. അപ്പോൾ തൂണ് ബലപ്പെടുത്താനായിട്ട് ഇരുമ്പിൻ്റെ പട്ട ഇട്ടിട്ടുണ്ട് തൂണിന് അവിടെ ആയിട്ട്. ഈ പട്ട വെട്ടി മാറ്റിയിട്ട് അപ്പോൾ ഒരു 5 mm 6 mm ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിൽ സമർത്ഥനായ ഒരു ഡ്രൈവർ ഇതിനെ പുറകോട്ടെടുത്ത് പുറത്താക്കി. അങ്ങനെയാണ് സ്വിഫ്റ്റ് ബസ്. പിന്നെ സ്വിഫ്റ്റ് ബസ് അകത്തേക്ക് കയറാറില്ല. വലിയ ബസ് സ്റ്റാൻഡ്, അത്യന്താധുനിക സൗകര്യമുള്ള. പട്ടി പോലും ഓക്കുപേ ചെയ്യാനുമില്ല. ഇരുട്ടാണ് മുഴുവൻ. മറ്റേ KTDFC ഉണ്ടാക്കിയതാ. എന്ത് വാങ്ങിക്കോട്ടെ. അപ്പോൾ ആ ബസ് സ്റ്റാൻഡല്ല ഇത്. അവിടെ നിന്ന് ഇച്ചിരി കിഴക്കോട്ട് മാറി പഴയ KSRTC അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സാമാന്യം വലിയൊരു 2 നില കെട്ടിടം. ഇതിന് പ്രാധാന്യമുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. സാമാന്യം വലിയൊരു 2 നില കെട്ടിടം. പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് വാടകക്കാർ ആ വീട് ഉപേക്ഷിച്ചിരുന്നു. ആ വീട് വാടകയ്ക്കെടുത്താണ് അവർ താമസിച്ചിരുന്നത്. ആര്? P. കൃഷ്ണപിള്ള, EMS, P. നാരായണൻ നായർ, TC നാരായണൻ നമ്പ്യാർ, M. കണാരൻ, ICP നമ്പൂതിരി, KPG, CJ തോമസ്, OMV നമ്പൂതിരിപ്പാട് മുതലായവർ കുടുംബസമേതമാണ് അവിടെ താമസമാക്കിയിരുന്നത്. ഇത്രയും പേർക്ക് കുടുംബസമേതം താമസിക്കാവുന്ന ഒരു സാമാന്യം വലിയ ഇരുന്നില്ല. ഇപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മുടെ അവിടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് ഫ്ലാറ്റൊക്കെ ഉണ്ടല്ലോ കുടുംബസമേതം. ആ ഫ്ലാറ്റിന് വലിപ്പം എന്താ, ഈ പറഞ്ഞ വലിപ്പം എന്താ? സാമാന്യം വലിയൊരു വീട്. ഇതല്ലേ പറഞ്ഞിരിക്കുന്നു. ആ വീട്ടിലാണ് ഇത്രയും പേര് അവിടെ താമസമാക്കിയിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് KC ജോർജ്, NC ശേഖർ, KA കേരളീയൻ, KK വാര്യർ, പരിയാരം കിട്ടേട്ടൻ, PC ചിത്രഭാനു, C ഉണ്ണിരാജ, AK പൊതുവാൾ, CM കുഞ്ഞിരാമൻ നായർ, ഇട്ടിപ്പാപ്തി ICPയുടെ ഭാര്യ, കോയിക്കുട്ടി, MS ദേവദാസ്, ദേവകി EP ദേവിൻ്റെ ഭാര്യ, നാണു, പള്ളിശ്ശേരി, ആര്യ അന്തർജനം EMSൻ്റെ ഭാര്യ, ആര്യ പള്ളം, പ്രിയദത്ത, ദേവയാനി, L തങ്കമ്മ, കൃഷ്ണപിള്ളയുടെ ഭാര്യ, അറുമുഖൻ, PR നമ്പ്യാർ, പാർവതി, OMV നമ്പൂതിരിപ്പാടിൻ്റെ ഭാര്യ, അറുമുഖൻ അറുമുഖൻ പറഞ്ഞില്ല, P ഭാസ്കരൻ, ചന്ദ്രൻ, PK വാര്യർ, PK കുഞ്ഞനന്ദൻ നായർ, PK മുഹമ്മദ് കുഞ്ഞി മുതലായവരും അവിടെ ഉണ്ടായിരുന്നു. ഇത്ര ആൾക്കാർ താമസിക്കുന്ന സാമാന്യം വലിയ 2 നില കെട്ടിടം. എത്ര പേര് ഞാൻ നോക്കിയില്ല. എണ്ണിയാൽ തീരാത്ത ആൾക്കാർ താമസം. മാത്രമല്ല ഇവരുടെ പേരൊക്കെ കഴിഞ്ഞിട്ട് മുതലായവരും എക്സെട്ര ഉണ്ട് അവിടെ താമസമുണ്ടായിരുന്നു. ഇത് കൂടാതെ കോഴിക്കോട് ദേശാഭിമാനി പത്രാധിപ സമിതിയിൽ പ്രവർത്തിച്ചിരുന്ന മിക്കവാറും ആളുകളുടെ താമസം കമ്മ്യൂണിലായിരുന്നു. അത് ശരി. അഡീഷണൽ ഒരു 10-20 പേര് വേറെ ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്നവർ, അവരും താമസിച്ചിരുന്നു ഈ കെട്ടിടത്തിൽ. ഇത്ര വലിയ കെട്ടിടം. നമ്മുടെ പത്മാവപുരം കൊട്ടാരമുണ്ട്, ഒരു മുറൈ വന്ന് പാർത്ത ആ സ്ഥാനം. അവിടെ പോലും ഇത്രയും പേർക്ക് താമസിക്കാൻ പറ്റില്ല. ഡോർമെറ്ററി ഒക്കെ ആയിരുന്നായിരിക്കും, അല്ലെ പിന്നെ നിലത്ത് വിരിച്ച് എങ്ങനെ താമസിച്ചു എന്ന് ആലോചിച്ചാൽ മതി. എന്നിട്ട് ഇൻവെർട്ടഡ് കോമയിൽ എഴുതിയിരിക്കുകയാണ്,
കമ്മ്യൂണിസ്റ്റ് മാതൃകയിൽ ജീവിക്കുന്നതിനുള്ള സാഹചര്യങ്ങളോ സാമൂഹ്യ ബോധമോ അന്നില്ലായിരുന്നുവെങ്കിലും കമ്മ്യൂൺ എന്ന പേരാണ് ആ വീട്ടിനിട്ടിരുന്നത്. ഫുൾ അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നുമില്ല, കാരണം നാട്ടുകാർ കയറി മെതിക്കുകയും. അപ്പോൾ അതുകൊണ്ടൊരു ചില്ലറ മുഴുവൻ അങ്ങനെ കളിക്കാൻ പറ്റില്ല. ചെറിയ പ്രതിരോധം. അന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ കമ്മ്യൂണിലെ ഓരോ നേതാവിനും പിടിപ്പത് ജോലി ഉണ്ടായിരുന്നതിനാൽ ഓരോ കമ്മ്യൂണിസ്റ്റ് നേതാവിനും പിടിപ്പത് ജോലി ഉണ്ടായിരുന്നതിനാൽ കൂട്ടുകുടുംബ ജീവിതത്തിലെ ചില്ലറ അലോസരങ്ങളൊന്നും ആരും അത്ര ഗൗനിച്ചില്ല. എന്താ ഈ ചില്ലറ അലോസരം? കൂട്ടുകുടുംബ ജീവിതത്തിലെ ചില്ലറ അലോസരം എന്താ? എന്തായാലും സ്വത്തിൻ്റെ ഒന്നും പേരിലല്ല, വാടക കെട്ടിടാണല്ലോ. എന്നെ ആൾക്കാർ ട്രോൾ ചെയ്യുന്നൊരു വാചകമുണ്ട്, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന്. സുനിൽ കണ്ടിട്ടില്ല? പല സ്ഥലത്തും എൻ്റെ ഫോട്ടോ വെച്ചിട്ട് കൂടുതലൊന്നും പറയും. കഴിഞ്ഞ ദിവസം കണ്ട്. അതുകൊണ്ട് നമ്മുടെ ടോക്സ് എടുത്തിട്ട് പറയുന്നുണ്ട്, ഈ കമൻറ്റ് വരുന്നുണ്ട്. ഇത് എവിടെ നിർത്തുന്നത്? ഇൻവെർട്ടർ കോമ ഇടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വേറൊരു ബുക്കിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റാണ്, ചന്തവിള ചേർത്തിരിക്കുന്നതാണ്. ആ പുസ്തകം പി നാരായണൻ നായർ അരനൂറ്റാണ്ടിലൂടെ, പേജ് 227. ദയവ് ചെയ്ത് ഇത് കാണുന്നവർ പി നാരായണൻ നായരുടെ ആ പുസ്തകം എടുത്ത് വായിക്കണം. പി നാരായണൻ നായർ, നാരായണ പിള്ളയോ? പി നാരായണൻ നായർ. അതെ, അങ്ങനൊരു നേതാവ് ഉണ്ടായിരുന്നു. പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ആർക്കും അറിയില്ല. ഈ കൃഷ്ണപിള്ള, EMS, AKG ഇത് കൊണ്ടങ്ങ് നിൽക്കും. ഇതല്ലാതെ CH കണാരൻ, അഴീക്കോടൻ രാഘവൻ, ഈ പി നാരായണൻ നായർ, KP ഗോപാലൻ, KPR ഗോപാലൻ, രണ്ട് പേരുണ്ട് അവർ. KP ഗോപാലൻ ഒന്ന്, KPR ഗോപാലൻ വേറെ. ഇങ്ങനെയൊക്കെയാണ്. ഇവരെ പറ്റിയൊന്നും ആർക്കും വലിയ ധാരണയൊന്നുമില്ല. വീട്ടിൽ ഇന്ദു ചൂടനെന്ന് ചോദിച്ചാൽ അറിയാമല്ല എന്ന് പറയും. കമ്മ്യൂണിസ്റ്റുകാർ തന്നെ. ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്നു വീട്ടിൽ ഇന്ദു ചൂടൻ. അപ്പോൾ ഇതാണ്. അപ്പോൾ നാരായണൻ നായരുടെ അരനൂറ്റാണ്ടിലൂടെ എന്നുള്ള പുസ്തകത്തിൽ നിന്നെടുത്ത് ചന്തവിള. അപ്പോൾ നാരായണൻ നായർ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവിൽ കൃഷ്ണപിള്ളയുടെയും അതേ തലപ്പൊക്കമുള്ള ആളായിരുന്നു നാരായണൻ നായർ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് പകർത്തി വെച്ചിരിക്കുകയാണ്. കൂട്ടുകുടുംബ ജീവിതത്തിലെ ചില്ലറ അലോസരങ്ങളൊന്നും ആരും അത്ര ഗൗനിച്ചില്ല. വളരെ കർശനമായിരുന്നു കമ്മ്യൂൺ ജീവിതം. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും അത് പാലിക്കണം. രാവിലെ 5 മണിയാകുമ്പോൾ ഉണരണം, വ്യായാമം ചെയ്യണം, മുറ്റമടിക്കണം, എല്ലാവരും അവരവരുടെ മുറി വൃത്തിയാക്കണം. 8 മണിക്ക് മുമ്പ് പ്രഭാതയത്നങ്ങളെല്ലാം തീർക്കണം. രാവിലെ കഞ്ഞിയാണ്, എന്തെങ്കിലും കൂട്ടാനും ഉണ്ടാകും. കമ്മ്യൂണിലെ ഭക്ഷണത്തെക്കുറിച്ച് കിട്ടേട്ടൻ ഇങ്ങനെ പറഞ്ഞു: ചക്ക കൊണ്ടൊരു ചോറും ചോറ് കൊണ്ടൊരു കൂട്ടാനും. ഇങ്ങനെ തമാശയായിട്ട് എല്ലാ ദിവസവും ഒരു സാധനം കൈ കഴിഞ്ഞുള്ള തമാശ. ആഹാരം വിളമ്പുന്നത് മാറി മാറിയാണ്. വിളമ്പുന്ന ആൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞേ കഴിക്കാൻ പാടുള്ളൂ. ഒരാൾ വിളമ്പിക്കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ടേ ആൾ കഴിക്കുള്ളൂ. ഈ 100-150 പേർക്ക് ചോറ് കൊടുത്തു കഴിയുമ്പോഴത്തേനും അയാൾക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തന്നെ വെച്ചോ. കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ അയാൾ കഴിക്കുന്നത് നേരെ എത്രയാകും? വൈകുന്നേരം 4 മണി. എന്തെങ്കിലും വാങ്ങിക്കോട്ടെ. ആഭിജാത്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും മധ്യത്തിൽ നിന്ന് വന്ന EMSൻ്റെ പത്നി ആര്യ അന്തർജനത്തിന് ഞാൻ കുറേ ഭാഗം വിടുന്നുണ്ട് കേട്ടോ, വെറുതെ അങ്ങ് വായിച്ചു പോവുകയല്ല. EMSൻ്റെ പത്നി ആര്യ അന്തർജനത്തിന് ആദ്യമൊക്കെ ഈ ചിട്ടകൾ വല്ലാത്ത വിഷമമുളവാക്കിയിരുന്നു. സ്വാഭാവികം. ഒരിക്കൽ തങ്കമ്മയോട് അവർ പറഞ്ഞു: എങ്ങനെയാ ചേച്ചി അദ്ദേഹം മുറ്റമടിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്പൂതിരിപ്പാട് മുറ്റമടിക്കേണ്ട ദിവസം അവർ നേരത്തെ തന്നെ ആ ജോലി ചെയ്തു വയ്ക്കും. ഇതാണ് ഇതെടുത്തിരിക്കുന്നത് എവിടുന്നാണ്? ഇതും കോട്ടഡാണ്. സഖാവ് P കൃഷ്ണപിള്ള കേരളത്തിലെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് എന്നൊരു പുസ്തകമുണ്ട്. അതിൻ്റെ 122-ാം പേജിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത, കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകതയുണ്ടല്ല, അവരെടുക്കുന്നത് EMSൻ്റെ കൊട്ടേഷൻ വെച്ച് ഗോവിന്ദപ്പിള്ള ഒരു പുസ്തകം എഴുതും. ഗോവിന്ദപ്പിള്ളയെ കോട്ട് ചെയ്തുകൊണ്ട് EMS മറ്റുള്ളവരും EMS ഗോവിന്ദപ്പിള്ളയെ കോട്ട് ചെയ്യില്ല, കാരണം പുള്ളിക്ക് കുറച്ചിലാണ്. പുള്ളി കൃഷ്ണപിള്ളയെയും P നാരായണൻ നായരും MN ഗോവിന്ദൻ നായരെയൊക്കെ കോട്ട് ചെയ്യും. ഗോവിന്ദപ്പിള്ള EMSനെ കോട്ട് ചെയ്യും. ഗോവിന്ദപ്പിള്ളയെ കോട്ട് ചെയ്തിട്ടാണ് ഈ തോമസ് ഐസക് മുതൽ ഈ ചന്തവിള ഇദ്ദേഹം വരെ എഴുതുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഒരു സംശയം അതിനകത്ത് പറയുന്ന EMS മുറ്റടിക്കുന്നത് എങ്ങനെ നോക്കി നിൽക്കുന്ന പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആണുങ്ങൾക്ക് മുറ്റടിച്ചാൽ കുഴപ്പമില്ല, EMS മുറ്റടിച്ചാൽ കുഴപ്പമില്ല ഉണ്ടോ? ഈ കഥയിൽ ചോദ്യമില്ല, മനസ്സിലായോ? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയാണ്. നിങ്ങൾ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കരുത്.
ശരി, പാർട്ടി ക്ലാസ്സിൽ പോയിട്ടില്ല സുനിൽ. അതെ, അതെ. അതുകൊണ്ടാണ് ഈ ചോദ്യമൊക്കെ ശരി, വരുന്നത്. ശരി. പാർട്ടി ക്ലാസ് വഴങ്ങി, വഴങ്ങി. അറ്റൻഡ് ചെയ്യണം. ഈ കമ്മ്യൂൺ ജീവിതത്തെപ്പറ്റി EMS എഴുതി. എന്താണെന്നറിയാമോ? ഒളിവിൽ നിന്ന് പുറത്തു വന്ന ഏതാനും ദിവസത്തിനകത്ത് ഭാര്യയും കുട്ടിയും കൂടെ ഏതാനും ദിവസം ഞങ്ങൾ കോഴിക്കോട്ട് താമസിച്ചു. പിന്നീട് എൻ്റെ പ്രവർത്തന കേന്ദ്രം മുംബൈക്ക് മാറ്റിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറി. ഇതാണ് EMS. എന്നാൽ EMS ഫർദർ എഴുതുന്നുണ്ട്. കോഴിക്കോട്ടായിരുന്നപ്പോഴും പിന്നീട് മുംബൈക്ക് പോയപ്പോഴും ഞങ്ങളുടേത് പ്രത്യേകമായ കുടുംബജീവിതമായിരുന്നില്ല. പ്രത്യേകമായ കുടുംബജീവിതമായിരുന്നില്ല. കാരണം എന്നെ ഫോണിൽ വിളിച്ച ഒരാളിനോട് ഞാൻ കോഴിക്കോട്ടെ കാര്യം പറഞ്ഞു. പുള്ളി പറഞ്ഞില്ല, കോഴിക്കോട് ചേട്ടൻ പറഞ്ഞില്ലേ EMSും ഭാര്യയും ബോംബെക്ക് പോയെന്ന്. ഞാൻ പറഞ്ഞു, മോനെ ശരി, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിതിന് മറുപടിയൊക്കെ ആയിട്ടൊരു പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. അതും കൂടെ ചേർത്താണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അയാളും കൂടെ കേൾക്കാനാണ്. കോഴിക്കോടായിരുന്നപ്പോഴും പിന്നീട് മുംബൈക്ക് പോയപ്പോഴും ഞങ്ങളുടേത് പ്രത്യേകമായ കുടുംബജീവിതമായിരുന്നില്ല. ആരെഴുതുന്നു? EMS എഴുതുന്നു. അതെവിടെയാണ് എഴുതിയത്? അതും നോക്കണമല്ലോ. EMS നമ്പൂതിരിപ്പാട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 81-ാം പേജിൽ നിന്നാണ് ചന്തവിള ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അവിശ്വാസമൊന്നും ആർക്കും വേണ്ട, കൃത്യമായിട്ട് EMS എഴുതിയത് തന്നെയാണ്. സംസ്ഥാന കമ്മിറ്റി ആഫീസിലും കേന്ദ്ര കമ്മിറ്റി ആഫീസിലും പ്രവർത്തിച്ചു വരുന്നവർക്കെല്ലാം ഒരുമിച്ച് താമസിക്കാൻ ഒരു വീട്, അവിടെ താമസിക്കുന്ന ഓരോ കുടുംബത്തിനും പ്രത്യേകമായ ഓരോ മുറി, ഭക്ഷണത്തിന് പൊതു അടുക്കളയും ഭക്ഷണമുറിയും, ഇതായിരുന്നു ഏർപ്പാട്. പല ദിവസങ്ങളിലും ചില കലാപരിപാടികൾ നടത്തിയിരുന്നു. അതെന്ത് കലാപരിപാടിയാണെന്ന് എനിക്കറിയാമല്ല. പുള്ളി അങ്ങനെ എഴുതിയിരിക്കുന്നത്. പല ദിവസങ്ങളിലും ചില കലാപരിപാടികൾ നടത്തിയിരുന്നു. അതിൽ ഞങ്ങളുടെ മകളും പാട്ട് പാടിയിരുന്നു. ഈ ഏർപ്പാടിനാണ് കമ്മ്യൂൺ എന്ന് പേരിട്ടത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ സംഘടിപ്പിച്ചിരുന്ന ആശ്രമങ്ങളുടെ ആശ്രമം എന്നുള്ളത് EMS കൊട്ടേഷൻ ഇട്ടിരിക്കുകയാണ്. അതായത് ആശ്രമം അല്ല എന്നർത്ഥം. അതെ, ആശ്രമമാണ്. ആശ്രമങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് രൂപമായിരുന്നു ഇത്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് പറഞ്ഞ് EMS എഴുതിയ പുസ്തകത്തിൽ EMS എഴുതിയത് ചന്തവിള എടുത്ത് കോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഇദ്ദേഹവും പറയുന്നത് ബോംബെയിലെ കമ്മ്യൂൺ ഒരു കുടുംബത്തിന് ഒരു മുറി, ഒരു കുടുംബം ഒരു മുറിയിൽ എങ്ങനെയാണ് കഴിയുന്നത് എനിക്കറിയാമില്ല. എന്ത് വാങ്ങിക്കോട്ടെ, അങ്ങനെ ഒരു സംവിധാനം ബോംബെയിലുണ്ടായിരുന്നു. ഏതായാലും ഒരു കാര്യം, ബോംബെയിലും കമ്മ്യൂണായിട്ടാണ് EMSും ആര്യ അന്തർജനവും ജീവിച്ചത്. ആര്യ അന്തർജനം പിൽക്കാലത്ത് പഴനിയിൽ പോയി. EMS കൂടെ പോയി കേട്ടിട്ടുണ്ട്. കൂടെ പോയി. പത്രക്കാരിത് കണ്ടുപിടിച്ചു. EMS പറഞ്ഞു, ഞാൻ ആര്യയ്ക്ക് കാവൽ നിൽക്കാൻ പോയതാണ്, ഞാനകത്ത് കയറിയിട്ടില്ല. കയറിയോ കയറിയില്ല എന്നുള്ളതും ഇരിക്കട്ടെ, ഈ പ്രവൃത്തിയെല്ലാം ആ സ്ത്രീയെ കൊണ്ട് ചെയ്യിച്ചിട്ട് ആ പാവം പഴനി പോയിട്ട് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വന്നു. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ചു. കാരണം ഇവരുടെ പരിപാടി ഈ സ്ത്രീകളെയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഭാര്യമാരെ കൂടി പാർട്ടി ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പോകുന്ന ഈ കമ്മ്യൂൺ ജീവിതം വളരെയധികം പ്രയോജനകരമായിരുന്നു. എങ്ങനെ? ഭാര്യമാരെ കൂടി പാർട്ടി ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പോകുന്ന ഈ കമ്മ്യൂൺ ജീവിതം വളരെയധികം പ്രയോജനകരമായിരുന്നു. എന്ത് പ്രയോജനമുണ്ടായി? ആര്യ അന്തർജനം പഴനി പോയി എന്നുള്ളൊരു പ്രയോജനം. പാർട്ടിയുടെ ഭാഗമാകുന്നത് അങ്ങനെയാണോ? ഇവർ ഈ അധമകൃത്യത്തിലൂടെ ഇവരുടെ എല്ലാം ഭാര്യമാരെ പാർട്ടി ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നോക്കി. ചിലതൊക്കെ നടന്നു, ചിലത് നടന്നില്ല. എത്ര സ്ത്രീകൾ അതിന് പാർട്ടിയിലേക്ക് വന്നു എന്ന് എനിക്കറിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരിക്ക് വേണ്ട അച്ചടക്കം എനിക്ക് നേടിത്തന്നത് ഈ ജീവിതമായിരുന്നു എന്ന് ദേവയാനി പ്രസ്താവിച്ചിട്ടുണ്ട്. എവിടെ പ്രസ്താവിച്ചു? ഇതിലുണ്ടായിരുന്ന താമസത്തിൽ ഒരാളായിരുന്നു ദേവയാനി. EMS നമ്പൂതിരിപ്പാട് തിരിഞ്ഞു നോക്കുമ്പോൾ, അതേ പുസ്തകം തന്നെ? അല്ല 8. കെ ദേവയാനി, ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. അതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരിക്ക് വേണ്ട അച്ചടക്കം എനിക്ക് നേടിത്തന്നത് ഈ ജീവിതമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരിക്ക് വേണ്ട അച്ചടക്കമാണ്, സാധാരണ ഒരു സ്ത്രീക്ക് വേണ്ട അച്ചടക്കമല്ല. കമ്മ്യൂണിസ്റ്റുകാരിക്ക് വേണ്ട അച്ചടക്കം കീഴടങ്ങലാണ്.
ചോദ്യം ചെയ്യാതെ കീഴടങ്ങലാണ്. എന്നിട്ട് ഞാനിത് അധികം നീട്ടുന്നില്ല. കമ്മ്യൂൺ ജീവിതം തൻ്റെ രാഷ്ട്രീയ ബോധം വികസിപ്പിക്കാൻ സഹായിച്ചു എന്ന് തങ്കമ്മ കൃഷ്ണപിള്ളയും രേഖപ്പെടുത്തുന്നു. കൃഷ്ണപിള്ളയുടെ ഭാര്യ തങ്കമ്മയും എൻ്റെ രാഷ്ട്രീയ ബോധം അത് വികസിപ്പിക്കാൻ സഹായിച്ചു എന്ന് പറയുന്നു. അവർ എഴുതിയ നവയുഗം വാരികയിൽ എഴുതിയ ഓർമ്മകളുടെ ചെപ്പ് എന്ന് പറഞ്ഞ് തങ്കമ്മയുടെ ഹൃദയസ്പർശിയായ ഒരു സീരീസ് വന്നിരുന്നു. അതാണ് ഈ ഓർമ്മകളുടെ ചെപ്പ് 11 എന്ന് എഴുതിയിരിക്കുന്നത്. വെച്ചാൽ നവയുഗം 11-ാം ലക്കം എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഫൈനൽ ക്ലോസിംഗ് റിമാർക്ക്: ദൈനംദിന രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, പ്രത്യയശാസ്ത്രപരമായ ക്ലാസുകൾ നടത്തൽ, സാഹിത്യ ചർച്ചകൾ, ദേശാഭിമാനി പത്രം വായന മുതലായവയിലൊക്കെ മുഴുകിയ കമ്മ്യൂൺ ജീവിതം കുറേ മാസങ്ങളോളം നീണ്ടു നിന്നു. എത്ര മാസം? കുറേ മാസങ്ങളോളം. അവിടെ ഒരു ഓളമാണ്. പിന്നെ നീണ്ടു നിന്നു. പിന്നെ എന്തുകൊണ്ട് നിന്നുപോയി? അതാണ് ഞാൻ ചോദിക്കാൻ പോവായിരുന്നു. എനിക്കറിയില്ല. ഉദാത്തമായ മാതൃക ഞാൻ പറയില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അത് കുറേ മാസങ്ങളോളം എത്ര മാസങ്ങളോളം ഞാൻ അറിയാമല്ലോ. എത്ര മാസമൊന്നും ചോദിക്കണ്ട, ആരും പറയുന്നില്ല. അതെ. തങ്കമ്മ പിന്നെയും എഴുതുന്നുണ്ട് അവരുടെ അനുഭവത്തിൽ. അവർ കോഴിക്കോട്ട് നിന്ന് അവരും കൃഷ്ണപിള്ളയും കൂടെ പോയി. അവിടെ പോയി പിന്നെ തിരിച്ച് കൃഷ്ണപിള്ള അവരോട് കോഴിക്കോട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴേക്കും കമ്മ്യൂൺ ജീവിതം അവസാനിച്ചിരുന്നു. അവസാനിച്ചതാണ്, കണ്ടു. എനിക്കറിഞ്ഞു. ഞാനിത് ഇവരൊക്കെ ഈ തെളിവെവിടെ എന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഉജ്ജ്വലവും ഉദാത്തവുമായ മാതൃകയാണെങ്കിൽ ഇപ്പോഴും തുടരുമായിരുന്നല്ലോ. തുടരുന്നതിന് തിരക്കേടുന്നില്ല. സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട് ഇപ്പോഴും. പേഴ്സണൽ ലെവൽ ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ത്രീകളുടെ പരാതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ പറയുന്നുണ്ടല്ലോ. പാർട്ടി അച്ചടക്കം മനസ്സിലാക്കിയെന്ന് തങ്കമ്മ പറയുന്നത്. അതാണ് പാർട്ടി അച്ചടക്കം. ദേവയാനി എഴുതിയ പുസ്തകത്തിൻ്റെ പേരോ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. ഓ ഭരതൻ്റെ ആത്മകഥയോ നെരിപ്പോട്. ഷോ, ഇങ്ങനെ ഒരു ആത്മകഥയ്ക്ക് ഒരാൾ പേരിട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത പാർട്ടിയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഹോൾസെയിൽ ബിസിനസ്സുമായിട്ടൊരു ബിൽഡിങ്ങിൽ ഇത്രയും പേര് താമസിക്കുന്നു പറഞ്ഞാൽ നാട്ടുകാർ കയറി മെതിക്കും. അതുകൊണ്ട് ഹോൾസെയിൽ നിർത്തി റീറ്റെയിൽ നടത്തുന്നു. അതാണ് ഇവരുടെ ഈ പാർട്ടിക്കകത്തെ പരാതിയൊക്കെ. പാർട്ടിക്കുള്ളിൽ തന്നെ അല്ല, നമ്മുടെ മരിച്ചുപോയ ജോസഫൈൻ പറഞ്ഞ പോലെ പാർട്ടി കോടതി, പാർട്ടി പോലീസ്, അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ജോസഫൈനൊക്കെ ഈ തലമുറയിൽപ്പെട്ടതാണല്ലോ. ജോസഫൈൻ പ്രായമായി മരിക്കുകയായിരുന്നല്ലോ. ജോസഫൈനൊക്കെ ഇതൊക്കെ അറിയാം, തങ്കമ്മയ്ക്ക് ഇതറിയാം. കൃഷ്ണപിള്ള മരിച്ചു കഴിഞ്ഞപ്പോൾ നാളെ ഒരു ചോദ്യം വരും ടി ജി. അങ്ങനെ ഉന്നതമായ സദാചാര മൂല്യങ്ങളുള്ളവരാണ് അവരൊരു മുറിയിൽ ഒരു കെട്ടിടത്തിൽ താമസിച്ചാലും ഒന്നും സംഭവിക്കില്ല. ടി ജിയെ പോലെയുള്ള ദുഷ്ടബുദ്ധികൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുകയാണ്, ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഇത് വളരെ കാലം മുമ്പ് പി കേശവദേവ് ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ശകുന്തളയും ദുഷ്യന്തനും തമ്മിൽ കല്യാണം കഴിച്ചു, കുട്ടിയുണ്ടായി എന്ന് വെച്ച് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് അർത്ഥമാകുന്നില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാരെ കളിയായിക്കൊണ്ട് കേശവദേവ് പറഞ്ഞത് ഞാൻ ചെവി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് കേശവദേവ് പ്രസംഗിച്ചതാണ്. പുള്ളി പറഞ്ഞു, എന്തിനും തെളിവ് ചോദിക്കുന്ന ഇവരുടെ സമ്പ്രദായം. പുള്ളി പറഞ്ഞു, എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ശകുന്തളയും ദുഷ്യന്തനും കല്യാണം കഴിച്ചതിന് തെളിവുണ്ട്. അവൾക്ക് ഭരതൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, അതും ശരിയാണ്. എന്ന് വെച്ചാൽ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് എൻ്റെ കയ്യിൽ ഇല്ലെന്നേ, എനിക്ക് തരാൻ സാധ്യമല്ല. ഈ കുട്ടിയെ തെളിവായിട്ട് നിങ്ങൾ എടുക്കുകയില്ല. കാരണം കുട്ടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവർ ബന്ധപ്പെട്ടു എന്ന് അർത്ഥമാകുന്നില്ലല്ലോ. ബന്ധപ്പെട്ടതിൻ്റെ തെളിവ് ഇവിടെ കേശവദേവ് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന മുദ്രം കാണാതെ പോയി. ഏതായാലും ഇതിലേറ്റവും തമാശ സഞ്ജയൻ, കേശവദേവ് ഇവരുടെയൊക്കെ പുസ്തകം. എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത് ഇവരുടെയൊക്കെ പുസ്തകമായി ചങ്ങമ്പുഴ, സഞ്ജയൻ, കേശവദേവ്, ഈവൻ തകഴി. എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് മനോരമ പത്രത്തിലാണെന്ന് തോന്നുന്നു. ഞാനും പഴയൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞ് വായനക്കാരുടെ കത്തിൽ തകഴി ശിവശങ്കരപിള്ള എഴുതി ഇവരുടെ ഉപദ്രവം.
ടി ജി, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ ടി ജി കുറേ എഴുത്തുകാരുടെ, അത് വലിയ ഉന്നത ശീർഷരായ ആദരണീയരായ പ്രതിഭാശാലികളായ എഴുത്തുകാരുടെയൊക്കെ പേര് പറയും, കേശവദേവ് മുതൽ തകഴി വരെയുള്ളത്, അവരൊക്കെ അക്കാലത്ത് ഇതിനോട് കലഹിച്ചവരാണ്. പക്ഷെ ഇന്നത്തെ എഴുത്തുകാർ മുഴുവൻ ഇങ്ങനെ എംബഡഡ് ആയിട്ട് ഇതിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. വ്യക്തിത്വം ഇല്ലാത്തതുകൊണ്ട്. എഴുത്തുകാരനൊരു വ്യക്തിത്വം വേണ്ടേ? ഞാനേറെ ആദരിക്കുന്ന ആളാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഏറ്റവും അവസാനം എഴുതിയത് എന്താ? ഒരു മുദ്രാവാക്യ കവിത. ഉഗ്രം കവിതയെന്ന് അടുത്തിടയ്ക്കും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാലിൻ്റെ മീശ പോലെ ഒരു മീശയില്ല എന്ന് പറഞ്ഞിട്ട് ചങ്ങമ്പുഴ ഇവരെ പരിഹസിച്ച് എഴുതുന്നത്. മീശ വരെ സ്റ്റാലിൻ്റെയാണ് മീശ, ബാക്കിയുള്ളവൻ്റെ മീശയൊന്നും മീശയല്ല. ആ അവസ്ഥയാണ്. ഇപ്പോൾ പിണറായി വിജയനെ പറ്റി പറയുന്നില്ല, സൂര്യനാണ്, ചന്ദ്രനാണ്, കഴുകനാണ്. ആ, ചന്ദ്രനെന്നും ഭവാൻ, ഇന്ദ്രനെന്നും ഭവാൻ എന്ന് പറഞ്ഞിട്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഇതുപോലത്തെ പരിപാടി അന്നും ഉണ്ടായിരുന്നു. ഇതിനോട് കലഹിച്ച വ്യക്തിത്വമുള്ള സാഹിത്യകാരന്മാരും ഉണ്ടായിരുന്നു. പിന്നെ അവരെയൊക്കെ വെട്ടിനിരത്തി സാഹിത്യരംഗം തന്നെ ശുഷ്കമായി. അങ്ങനെ പോയി. പി ഭാസ്കരനെ നോക്ക്, ഒറ്റക്കമ്പിയുള്ള തമ്പുരു പി ഭാസ്കറിൻ്റെ ഒരു മാനിഫെസ്റ്റോയാണ്. ഫ്രം ദെയർ പി ഭാസ്കരൻ സ്റ്റാർട്ടഡ് ഡിസ്റ്റൻസിങ് ഫ്രം ദിസ് നോൺസെൻസ്. ONV കുറുപ്പ് പിന്നെ ഈ വേറൊരു ചാല് കീറി മനുഷ്യൻ വയസ്സുകാലത്ത് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രയാസമാകും. അതുകൊണ്ട് പുള്ളി മിണ്ടാറൊന്നുമില്ല. ബട്ട് ONV കുറുപ്പ് എഴുതിയ ഉജ്ജ്വലമായ ഖണ്ഡകാവ്യമേതാ? ഉജ്ജയിനി. ഭാരതീയതയിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷമാണ് ONV കുറുപ്പിന് ജ്ഞാനപീഠം കിട്ടുന്നത്. ഇതൊക്കെ ഒരു പാഠമാണ്. ഏതായാലും കമ്മ്യൂൺ ഉണ്ടായിരുന്നു എന്നിപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രസിദ്ധീകരണത്തിലൂടെ തന്നെ ടി ജി സ്ഥാപിച്ചിരിക്കുക. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ജീവിതങ്ങളും നെരിപ്പോടും കണ്ണീരും ചോരയും ഒക്കെ കലർന്നതാണെന്ന് കൂടി പിൽക്കാലത്ത് അവർ തന്നെ എഴുതിയിട്ടുണ്ട്. എന്തൊരു ദുരവസ്ഥ. ഇത് കഴിഞ്ഞിട്ട് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുകയും അന്ന് നേതാവ് തന്നെ പി കൃഷ്ണപിള്ളയാണ്. ആ പി കൃഷ്ണപിള്ളയുടെ മരണമോ? അതെ അതെ അതെ, പാമ്പ് കടിച്ചാണെന്നും അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ഒരു എപ്പിസോഡിൽ നമുക്ക് പി കൃഷ്ണപിള്ളയുടെ ജീവിതവും മരണവും നമുക്കൊന്ന് പ്രേക്ഷകരുടെ മുന്നിൽ പങ്കുവയ്ക്കാം. ചെയ്യാം. ഞാനൊരു കാര്യം ചെയ്യാം, അതിൻ്റെ വേണ്ടപ്പെട്ട രേഖകൾ. അതെ അതെ, അത് വേണം. എല്ലാവർക്കും രേഖ വേണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈരേഖ കാണിച്ചാൽ പോരാ. അപ്പോൾ അതിൻ്റെ രേഖകൾ ഞാനൊന്ന് കളക്ട് ചെയ്തിട്ട് 2-3 ദിവസത്തിൽ അതെ നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.